നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ലൈഫിലെ ഇൻകംപ്ലീറ്റഡ് ആയ ടാസ്കുകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ജോലികൾ പൂർത്തിയാകാൻ കഴിയാത്ത കാര്യം നമ്മുടെ മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഒരു വലിയ ടെൻഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ക്രിക്കറ്റ് കളി കാണുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഓവർ എത്തി, നിർണായകമായ ഓവറാണ്. കാരണം ഏത് ടീം വേണമെങ്കിലും ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഫേവററ്റ് ടീം അവിടെ ജയിക്കാനുള്ള ഒരു സാധ്യതയിൽ നമ്മളിങ്ങനെ ടെൻഷൻ സസ്പെൻഡ് അടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് കറണ്ട് പോയി. അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു, ഒരു സസ്പെൻസ് ത്രില്ലറായിരുന്നു, അതിൻ്റെ കൊലപാതകങ്ങൾ കണ്ടുപിടിച്ച് ഏതാളാണ് എന്നുള്ള ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ കറണ്ട് പോയി. പിന്നെ നമുക്ക് ഒരിക്കലും ഒരു സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ ഫുള്ളും ഈ ടെൻഷനായിരിക്കും. ആരായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഏത് ടീമാണ് ജയിച്ചിട്ടുണ്ടാവും എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഒരു ലൂപ്പായിട്ട് കിടന്ന് കളിക്കുന്നുണ്ടാവും. ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അതിനെയാണത് സൈഗർണിക് എഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഹലോ ജോബീഷ്. സൈഗർണിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിന് ഒരു പെർഫെക്ഷനിസ്റ്റാണ്. അതായത് നമ്മളൊരു ടാസ്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി നമ്മളെ ഏൽപ്പിച്ചാലോ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. അത് ബ്രെയിനിൻ്റെ ഒരു കളിയാണ്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞിട്ട് തീരാത്ത വിഷയങ്ങളുണ്ടാവും. അതായത് പൂർത്തിയാകാത്ത കുറേ വിഷയങ്ങൾ നമ്മുടെ ബ്രെയിനിൽ ഒരു ഓപ്പൺ ലൂപ്പായിട്ട് കിടക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ ഫോണിൽ കുറേ ആപ്പുകൾ തുറന്നിട്ട് എങ്ങനെ ഉണ്ടാവും, മിനിമൈസ് ചെയ്ത് കാണാനല്ലേ, അങ്ങനെയായിരിക്കും നമ്മുടെ ബ്രെയിനിൽ ഇതൊക്കെ തുറന്ന് കിടക്കുകയായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ബ്രെയിനിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, ചെയ്ത് തീർന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതെന്തിനാണ് ബ്രെയിൻ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തുടങ്ങിയ ഒരു കാര്യത്തെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, മറക്കാതിരിക്കാൻ വേണ്ടി, ചെയ്യുന്ന ടാസ്കുകൾ മറക്കാതിരിക്കാൻ വേണ്ടി ബ്രെയിനിൻ്റെ ഒരു കഴിവാണത്. ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഇത് ബ്രെയിന് ഓൾറെഡി നമ്മൾ രൂപപ്പെട്ട സമയത്ത്, മനുഷ്യനൊക്കെ രൂപപ്പെട്ട സമയത്ത് നമ്മളിൽ ഉടലെടുത്ത ഒരു കഴിവാണ്. ഇത് എങ്ങനെ ഈ കഴിവ് ഉടലെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് നമ്മുടെ പൂർവികരായ ആൾക്കാർ, അതായത് മനുഷ്യൻ ആയിട്ടുണ്ടായ കാലത്ത്, വേട്ടയാടുന്ന സമയത്ത്, മൃഗങ്ങളൊക്കെ വേട്ടയാടി ഭക്ഷിച്ചിരുന്ന കാലത്ത്, മനുഷ്യൻ വേട്ടയാടാൻ വേണ്ടി പോകുമ്പോഴോ അല്ലെങ്കിൽ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്തോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ചിലപ്പോൾ വേട്ടയാടാൻ മൃഗത്തിന് കിട്ടിയെന്ന് വരില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ശത്രുക്കളെ കണ്ടു കഴിയുമ്പോൾ, വന്യമൃഗങ്ങളെ കണ്ടു കഴിയുമ്പോൾ ഒളിച്ചിരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആ പോയ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അതായത് വേട്ടയാടാൻ പോയി, ആ ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ആയില്ല. ആ സമയത്ത് നെക്സ്റ്റ് ടൈം ഈ ടാസ്കിന് വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് എവിടെയാണ്, എന്തുകൊണ്ടാണ് എനിക്ക് ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ആ ഇര കിട്ടാതിരുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് ശത്രുവിനെ അറ്റാക്ക് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ ബ്രെയിനിൽ എപ്പോഴും ഓർത്തു വെക്കണം. അത് സർവൈവൽ മെക്കാനിസമാണ്, നമ്മുടെ അതിജീവനത്തിൻ്റെ ഒരു ഭാഗമാണത്. അല്ലെങ്കിൽ നമുക്ക് ജീവന് ഭീഷണി ആയതുകൊണ്ടാണ്. ഈ സാധനം നമ്മുടെ തലമുറകളായിട്ട് നമ്മുടെ DNA കൈമാറി വന്നിട്ടാണ് ഈ സൈഗർണിക് എഫക്റ്റ് എന്ന രൂപത്തിൽ ഫോം ആയത്. ഇനി എങ്ങനെയാണ് ഈ പേര് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലൂമ സൈഗർണിക് എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞ 1920 ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന സമയത്ത് അവിടുത്തെ വെയിറ്റർ, അതായത് എല്ലാ ടേബിളുകളെയും ഓർഡറുകൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുകയും കൃത്യമായിട്ട് ഓർഡറുകൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ കസ്റ്റമേഴ്സ്, അതായത് അവിടെ വന്നിരുന്ന കസ്റ്റമേഴ്സ് ഭക്ഷണം കഴിച്ച് പോയതിന് ശേഷം പിന്നീട് അയാളോട് ആ ഓർഡറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്കത് ഓർമ്മയില്ല. അപ്പോഴാണ് ഈ സൈഗർണിക് എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ ചിന്തിച്ചു തുടങ്ങിയത്, ഇതെന്തുകൊണ്ട് ഇയാൾക്ക് ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെ അദ്ദേഹം ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി. എക്സ്പെരിമെൻറ്റ് ഇങ്ങനെയായിരുന്നു: ഒരു ഹാളിൽ കുറേ ആൾക്കാരെ ഇരുത്തിയിട്ട് അവർക്കൊക്കെ ഒരു ലിസ്റ്റഡ് നമ്പർ ഓഫ് ടാസ്ക് കൊടുത്തു. ആ ടാസ്കുകളൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ടാസ്കുകൾ മനഃപൂർവ്വമായിട്ട് ഇവർ അത് തടസ്സപ്പെടുത്തിയിട്ട് ചെയ്യിപ്പിച്ചില്ല, അത് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിച്ചില്ല. അങ്ങനെ അനുവദിക്കാതെ വന്ന സമയത്ത് ലാസ്റ്റ് ഈ കംപ്ലീറ്റ് ലിസ്റ്റുകൾ കഴിഞ്ഞ് ഈ തിരഞ്ഞെടുത്ത ആൾക്കാർ എല്ലാവരും അവസാനം അവരോട് ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് ഇവരാരും തന്നെ ഈ ചെയ്യാത്ത ടാസ്ക് അതായത് നമ്മൾ തടസ്സപ്പെടുത്തി കംപ്ലീറ്റ് ചെയ്യാത്ത ടാസ്കുകൾ അവരെ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കംപ്ലീറ്റ് ചെയ്ത ടാസ്കുകളൊന്നും അവർ കുറച്ച് ടൈം എടുത്ത് ഓർത്തെടുക്കാൻ എന്താ ചെയ്തത് എന്നുള്ളതിന്. അപ്പോഴാണ് ഈ പറഞ്ഞ തിയറി അവിടെ പ്രൂവ് ആയത്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻകംപ്ലീറ്റഡ് ആയ ടാസ്കുകളുണ്ടല്ലോ, ആ ടാസ്കുകളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ടെൻഷൻ ക്രിയേറ്റ് ആവും. അപ്പോൾ ആ ടെൻഷൻ ക്രിയേറ്റ് ആവുന്ന, പിന്നെ ആ ടെൻഷൻ റിലീസ് ആവണമെങ്കിൽ ഈ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും. അപ്പോൾ ഈ ടെൻഷൻ ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകാതിരിക്കുന്നത്. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അതായത് കുട്ടികളോട് പഠിക്കുന്നതും എക്സാമിന് മുമ്പ് ഒറ്റയടിക്ക് എല്ലാം കൂടെ പഠിക്കാം നമ്മൾ പറയുന്നതിന് പകരം കുറച്ച് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അതായത് കുറച്ചായിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അതൊരു ഇൻകംപ്ലീറ്റഡ് ടാസ്ക് ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ആ ടെൻഷൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഈ കാര്യം മറക്കില്ല. ഇൻകംപ്ലീറ്റഡ് ടാസ്ക് ആയതുകൊണ്ട് അത് മറക്കില്ല. ഇല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്ത് പോയിട്ട് ഒരു കംപ്ലീറ്റ് ആക്കാത്തൊരു ടാസ്ക്, അതായത് നാളത്തേക്കോ 2 ദിവസം അപ്പുറത്തേക്കോ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം.
അപ്പോൾ ഈ സബ്മിറ്റിൻ്റെ റിപ്പോർട്ട് നമ്മുടെ മനസ്സിൽ ഇൻകംപ്ലീറ്റഡ് ആയതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ലൂപ്പായിട്ട് കിടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വന്നാലും നമ്മുടെ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്താൽ പോലും നമ്മുടെ മൈൻഡിൽ ഇത് കിടന്ന് കളിക്കുന്നുണ്ടാവും. ഇനി ഇതിൽ നിന്ന് എങ്ങനെ റിക്കവർ ആവാം, അല്ലെങ്കിൽ ഈ സൈഗർണിക് എഫക്റ്റ് നമുക്ക് ദോഷമാണോ അല്ലെങ്കിൽ എങ്ങനെ ദോഷമാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ സിമ്പിൾ കുറച്ച് ട്രിക്സ് ഉപയോഗിച്ചാൽ മതി. അതായത് നമ്മൾ ഇൻകംപ്ലീറ്റഡ് ആയ ടാസ്കുകളായിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ പോയിന്റ് നമ്മൾ ബ്രെയിൻ ഓഫ്ലോഡ് ചെയ്യുക. അതായത് നമ്മുടെ ഈ ഇൻകംപ്ലീറ്റഡ് ടാസ്കുകളെല്ലാം കറക്റ്റായിട്ട് ഒരു ലിസ്റ്റായിട്ട് എഴുതുക. ഏതൊക്കെ ടാസ്കുകൾ ഇനി ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റായിട്ട് എഴുതുക. അങ്ങനെ എഴുതി കഴിയുമ്പോൾ ഈ ബ്രെയിനിൻ്റെ ഉള്ളിൽ ടെൻഷൻ റിലീസ് ആവും. അതായത് ഈ ഡാറ്റ എല്ലാം സുരക്ഷിതമാണെന്ന് ബ്രെയിന് തോന്നുകയും ചെയ്യും. ഈ ടെൻഷൻ റിലീസായിട്ട് നമുക്ക് ആ ടാസ്കുകൾ ക്ലോസ് ആയ പോലെ ബ്രെയിന് ചിന്തിക്കും. അപ്പോൾ സുരക്ഷിതമായ കാരണം അതങ്ങനെ നമുക്ക് ടെൻഷൻ ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ് 2 മിനിറ്റ് റൂൾ. അതായത് നമ്മളൊരു ടാസ്ക് കിട്ടി കഴിയുമ്പോൾ വലുതാവട്ടെ ചെറുതാവട്ടെ അത് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 2 മിനിറ്റ് അതിന് സ്പെൻഡ് ചെയ്യുക. ആ കാര്യത്തിൽ നോട്ട് ചെയ്യാനും എന്താണ് ആ ടാസ്ക് എന്ന് പഠിക്കാനും ആ ടാസ്ക് എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് 2 മിനിറ്റ് നിങ്ങൾ ടൈമർ വെച്ചിട്ട് സ്പെൻഡ് ചെയ്യുക. 2 മിനിറ്റ് ആയി കഴിയുമ്പോൾ പിന്നെ ഈ സൈഗർണിക് എഫക്റ്റ് നോക്കിക്കോളൂ. അതായത് ഇത് ഈ ഓപ്പണായി കിടക്കും, ഇൻകംപ്ലീറ്റഡ് ടാസ്കുകളൊക്കെ ഓപ്പണായിട്ട് നമ്മുടെ ബ്രെയിനിൽ കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് ചെയ്യും. ഇനി മൂന്നാമത്താണ് പ്ലാനിങ് ഫോർ ടുമാറോ. നമ്മൾ ജോലി സ്ഥലത്ത് പല കാര്യങ്ങളും ടെൻഷൻ അടിച്ച് വീട്ടിൽ വന്ന് വീട്ടിലെ നല്ല സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു 5 മിനിറ്റ് ടൈം എന്ന് വെച്ചിട്ട് ആ നാളെ എന്തൊക്കെ ചെയ്ത് തീർക്കണം എഴുതുക. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഈ പറഞ്ഞ എല്ലാ ടാസ്കുകളും ഡിസ്കണക്റ്റ് ആവും. പിന്നീട് നമ്മൾ വീട്ടിൽ വന്ന് നമ്മുടെ ഫാമിലി ടൈം എൻജോയ് ചെയ്ത്, അതായത് കുടുംബത്തിൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പിറ്റേ ദിവസം നമ്മൾ പോയിട്ട് നമ്മുടെ ഡയറിയോ നമ്മുടെ ബുക്കോ ഓപ്പൺ ചെയ്താൽ മാത്രമേ ഇതിലേക്ക് വീണ്ടും കണക്റ്റ് ആവുകയുള്ളൂ. ഇനി 4ാമത്തെ പോയിന്റാണ് ബ്രേക്സ് എടുക്കുക. അതായത് നമ്മൾ കുറച്ച് ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പണി ചെയ്യാതെ ആ പണിയുടെ ഇടയിൽ കുറച്ച് ഇൻ്റർവെൽസ് എടുക്കുക. ചെറുതായിട്ട് ഗ്യാപ്പ് എടുക്കുക, വെള്ളം കുടിക്കുക, മുഖം കഴുകുക. അല്ലെങ്കിൽ അങ്ങനെ ബ്രേക്ക് എടുക്കും തോറും ഈ ടാസ്ക് ഇൻകംപ്ലീറ്റഡ് എന്ന് ബ്രെയിനിൽ ഇങ്ങനെ ലൂപ്പ് കിടക്കുകയും ചെയ്യും. അത് തീർക്കാനായിട്ട് ബ്രെയിനിന് ടെൻഡൻസി വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആ ടാസ്ക് കംപ്ലീറ്റ് ആവും. ബോറടിക്കാതെ അല്ലെങ്കിൽ മടുക്കാതെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൺക്ലൂഷനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഗർണിക് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള ഒരു കഴിവ് തന്നെയാണ്. നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച ടാസ്കുകളോ ചെയ്യുന്ന പ്രവൃത്തികളോ മറക്കാതിരിക്കാൻ വേണ്ടി ബ്രെയിൻ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ്. ഇത് ഓവറായാൽ മാത്രമാണ് നമുക്ക് പ്രശ്നം. ഓവറായാൽ എന്ത് സംഭവിക്കും? ടെൻഷൻ വരും. അപ്പോൾ ആ ടെൻഷൻ റിലീസ് ചെയ്യാൻ ഞാൻ പറഞ്ഞ ട്രിക്സും ടിപ്സൊക്കെ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് അതിനെ മാനേജ് ചെയ്യുക. അങ്ങനെ മാനേജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ലൈഫിൽ പീസ് കണ്ടെത്താൻ പറ്റും. ഏത് ടെൻഷൻ ഇല്ലാത്ത നമ്മുടെ ടാസ്കുകളെ പീസ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ